നമസ്കാരം. തിരുമലയിൽ ബി.ജെ.പി. കൗൺസിലറുടെ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ ബി.ജെ.പി. പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമം. അക്രമാസക്തരായ ബി.ജെ.പി. പ്രവർത്തകർ ക്യാമറകൾ തകർക്കുകയും മാധ്യമപ്രവർത്തകരെ തള്ളിയിടുകയും ചെയ്തു. പാർട്ടിക്കെതിരെ സംസാരിച്ചു എന്ന് ആരോപിച്ചായിരുന്നു ബി.ജെ.പി. പ്രവർത്തകരുടെ ആക്രോശം. റിപ്പോർട്ടർമാരെയും ക്യാമറാമാൻമാരെയും അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തിരുമല ബി.ജെ.പി. കൗൺസിലർ കെ അനിൽകുമാറിനെയാണ് ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയിൽ പാർട്ടി സഹായിച്ചില്ല എന്നും താനും കുടുംബവും ഒറ്റപ്പെട്ടു പോയെന്നും വ്യക്തമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിരുന്നു. ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് ബി.ജെ.പി. പ്രവർത്തകർ കയ്യേറ്റ ശ്രമം നടത്തിയത്. ബി.ജെ.പി. പ്രവർത്തകർ അക്രമാസക്തരാവുകയായിരുന്നു. ഒരു വിഭാഗം ബി.ജെ.പി. പ്രവർത്തകർ വനിതാ മാധ്യമ പ്രവർത്തകരെ അടക്കം കയ്യേറ്റം ചെയ്തു. ക്യാമറകളും നശിപ്പിച്ചു. വനിതാ മാധ്യമ പ്രവർത്തകരുടെ അടക്കം സ്റ്റെപ്പിൽ നിന്നും തള്ളിക്കൊണ്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം. കെട്ടിടത്തിന്റെ 2ാം നിലയിലുള്ള കൗൺസിലറുടെ ഓഫീസിൽ നിന്നും മാധ്യമപ്രവർത്തകരെ സ്റ്റെപ്പുകളിലൂടെ താഴേക്ക് തള്ളിയിറക്കി. ഈ അതിക്രമത്തിൽ മാധ്യമപ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ക്യാമറ അടക്കമുള്ള ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തതോടെ പോലീസ് ഇടപെട്ടു. അനിൽകുമാർ ഭാരവാഹിയായ വലിയശാല ടൂർ സൊസൈറ്റിയിൽ സാമ്പത്തിക പ്രശ്നമുണ്ടായപ്പോൾ പാർട്ടി സഹായിച്ചില്ലെന്നും കുറിപ്പിൽ കുറ്റപ്പെടുത്തുന്നു. താനും കുടുംബവും ഒരു പൈസ പോലും എടുത്തിട്ടില്ലെന്ന് കുറിപ്പിൽ പറയുന്നുണ്ട്. സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അനിൽകുമാറിന് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്നും വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല. കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെട്ടു. ഈ വലിയ പ്രതിസന്ധിയിൽ ഒറ്റപ്പെട്ടു പോയതോടെ കഴിഞ്ഞ കുറച്ചു നാളുകളായി കടുത്ത മനോവിഷമം അനുഭവിച്ചിരുന്നുവെന്നും അതിനാലാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നും അനിൽകുമാർ ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. കോർപ്പറേഷനിൽ ബി.ജെ.പി. സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന നേതാവായിരുന്നു മരിച്ച അനിൽകുമാർ. ബി.ജെ.പി. നേതൃത്വത്തിനെതിരെ ആരോപണം ഉന്നയിച്ചാണ് അനിൽകുമാറിന്റെ ആത്മഹത്യയെന്ന ആരോപണം ബി.ജെ.പി. നേതൃത്വം ഇതിനോടകം നിഷേധിച്ചിട്ടുണ്ട്. കടബാധ്യത തീർക്കാൻ പാർട്ടി സഹായിച്ചുവെന്നും സൊസൈറ്റിയുമായി പാർട്ടിക്ക് ബന്ധമില്ല എന്നുമാണ് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് വി രാജേഷ് വ്യക്തമാക്കിയത്. ഇത്തരത്തിൽ ഇക്കാര്യങ്ങൾ നേതാക്കൾ വിശദീകരിക്കുന്നതിനിടെയാണ് ഒരു വിഭാഗം ബി.ജെ.പി. പ്രവർത്തകർ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം നടത്തിയത്. പാർട്ടി നേതൃത്വം അറിഞ്ഞല്ല കയ്യേറ്റമെന്നും പരിശോധിക്കും എന്നുമാണ് ഉന്നത നേതാക്കളുടെ പ്രതികരണം. എന്തായാലും തിരുമലയിൽ ബി.ജെ.പി. കൗൺസിലറുടെ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ ബി.ജെ.പി. പ്രവർത്തകർ നടത്തിയ കയ്യേറ്റ ശ്രമമാണ് ഇപ്പോൾ വാർത്തയാവുന്നത്. അക്രമാസക്തരായ ബി.ജെ.പി. പ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുകയും ക്യാമറകൾ തല്ലി തകർക്കുകയും ചെയ്തു. വനിതാ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് നേരെയായിരുന്നു ബി.ജെ.പി. പ്രവർത്തകരുടെ പ്രതിഷേധം. മാധ്യമപ്രവർത്തകരെ തള്ളിയിടുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടിക്കെതിരെ സംസാരിച്ചു എന്ന് ആരോപിച്ചായിരുന്നു ബി.ജെ.പി. പ്രവർത്തകരുടെ ആക്രോശം.